കുറച്ച് വൈകിയാണ് വന്നത്. അപ്പോൾ ഒരു കഥയാണ് ഓർത്തത്. ഒരു പള്ളിയിൽ ഒരു പാതിരിക്ക് അച്ഛന് യാത്രയപ്പ് യോഗം നൽകുകയാണ്. അപ്പോൾ എല്ലാവരും നിരന്നിരുന്നു. അച്ഛൻ പ്രസംഗം ആരംഭിച്ചു. മുഖ്യാതിഥിയായി വരേണ്ട രാഷ്ട്രീയക്കാരൻ കുറച്ച് വൈകിയിട്ടുണ്ട്. അച്ഛൻ തൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഈ ഇടവകയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നും. ഇത്രയധികം പാപികൾ നിറഞ്ഞ ഒരു ഇടവകയിലേക്കാണല്ലോ ഞാൻ കടന്നു വന്നത് എന്ന് എനിക്ക് വിഷമമുണ്ട്. കാരണം ഈ ഇടവകയിൽ ആദ്യമായി കുമ്പസാരിച്ച ആൾ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞ കഥകൾ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെ എല്ലാവരും മോശക്കാരല്ല, നല്ല ജനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. കഴിഞ്ഞ 2-3 വർഷക്കാലം എനിക്ക് നിങ്ങളോടൊപ്പം സേവനമനുഷ്ഠിക്കാൻ അവസരമുണ്ടായി. നിങ്ങളുടെ സ്നേഹത്തിന്, സൗഹൃദത്തിനൊക്കെ നന്ദി പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാഷ്ട്രീയക്കാരൻ വേദിയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം അച്ഛൻ്റെ പ്രസംഗം കേട്ടിരുന്നില്ല. അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ പുരോഹിതനോട്, പ്രത്യേക ആദരവും ബഹുമാനവും ഉണ്ട്. കാരണം ഈ ഇടവകയിൽ ആദ്യമായി അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാനുള്ള അവസരം എനിക്കാണ് ഉണ്ടായത് എന്ന്. അപ്പോൾ വൈകി വരുന്ന പ്രാസംഗികർ അതിന് മുമ്പ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരമായി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി, എല്ലാ പരിപാടികളിലും ഞങ്ങൾ പറയുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വന്നത് എന്ന പ്രാസംഗികരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരം ശൈലിയിൽ നിന്നുകൊണ്ടല്ല ഇത് പറയും. കാരണം നമുക്ക് സൂചിപ്പിച്ചതുപോലെ എൻ്റേത് ഒരു നേഴ്സിംഗ് കുടുംബമാണ് എന്നുള്ളത് പാട്ടാണ്. എൻ്റെ ഭാര്യ കഴിഞ്ഞ 25-26 വർഷത്തിലധികമായി നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ അർത്ഥ സഹോദരിമാർ കുറേയേറെ പേർ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, യൂറോപ്പിലൊക്കെയായി, നാട്ടിലുമൊക്കെയായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. എൻ്റെ ആൻറ്റിമാർ, ഇതിന് മുൻ തലമുറയിൽപ്പെട്ടവർ ധാരാളമായി നേഴ്സിംഗ് ജോലിയിലുണ്ടായിരുന്നു. എൻ്റെ അമ്മായിമാർ, അതിന് മുൻ തലമുറയിൽപ്പെട്ടവർ നേഴ്സിംഗ് പ്രൊഫഷനിലുണ്ടായിരുന്നു. ഏതാണ്ട് 3 തലമുറയായി നേഴ്സിംഗ് പ്രൊഫഷനിലുള്ളവരെ അവരുടെ ജീവിതം നിരന്തരം കണ്ട് പരിചയിച്ച് ആദരവ് തോന്നിയ ഒരാളെന്ന നിലയിലാണ് ഈ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം കടന്നു വന്നത്. മറ്റേതെങ്കിലും ഒരു സാഹചര്യമായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ശരിക്കും പരിപിടിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരേണ്ടതുണ്ട് എന്ന ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഒരു നേഴ്സിംഗ് കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിലല്ല എന്നെ ക്ഷണിച്ചത് ഐശ്വര്യ എന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ എഴുത്തു ജീവിതത്തിൽ ഏറ്റവും ആത്മസംതൃപ്തിയോടെ എഴുതിയ ഒരു നോവലുണ്ട്, നിങ്ങളിൽ പലരും വായിച്ചിരിക്കാനിടയിൽ. ആ നോവലിൻ്റെ പേര് നിശബ്ദ സഞ്ചാരങ്ങൾ എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ബെന്യാമിൻ എന്ന പേര് കേൾക്കുമ്പോൾ ആടുജീവിതമോ മഞ്ഞവിൽ മരണങ്ങളോ ഒക്കെ ആയിരിക്കാം പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. എന്നാൽ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന നോവൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടതാവുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതര രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോയ, യാത്ര ചെയ്ത നേഴ്സുമാരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള നോവലാണ് നിശബ്ദ സഞ്ചാരം. നമ്മൾ പ്രവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ പുരുഷ പ്രവാസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ആടുജീവിതവും. പുരുഷ പ്രവാസം എങ്ങനെയൊക്കെ സങ്കടങ്ങളിൽ പെടുന്നു എന്നുള്ളത്. പക്ഷെ പുരുഷൻ പ്രവാസം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പ്രവാസം ആരംഭിച്ച സ്ത്രീകളുടെ ഒരു പ്രവാസ ചരിത്രമുണ്ട് എന്ന് പലപ്പോഴും കേരളീയ സമൂഹം, ചരിത്രകാരന്മാർ മറന്നുപോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2ാം ലോക മഹായുദ്ധകാലത്തിന് തൊട്ടു മുമ്പ് ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച് തുടങ്ങിയ ഒരു കാലം. എൻ്റെ നാടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതപ്പെട്ട 2 നോവലുകളുണ്ട്.
അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, മാന്തലിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്നീ 2 നോവലുകൾക്ക് തുടർച്ച എന്ന നിലയിൽ മൂന്നാമതൊരു നോവൽ എഴുതുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ സെമിത്തേരി പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഞെട്ടിക്കുന്ന ഒരു അറിവ് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സെമിത്തേരികളിലും 2 തലമുറ മുമ്പുള്ള എല്ലാ പുരുഷന്മാരുടെയും പേരുകളുണ്ട്, സ്ത്രീകളുടെ പേരുകൾ ഇല്ല എന്നുള്ളത്. ഞങ്ങളുടെ പള്ളിയിൽ എൻ്റെ 5 തലമുറ മുമ്പുള്ള പുരുഷന്മാരുടെയൊക്കെ പേരുകളും കല്ലറകളുമുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും ഭാര്യമാരുടെ പേരുകളോ അവരുടെ ചരിത്രമോ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു കാഴ്ചയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു നോവൽ എഴുതാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പള്ളിയിൽ തന്നെയുള്ള ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കളിയാക്കി വെച്ചിരുന്ന ബോർണിയ അമ്മച്ചി എന്ന് പറയുന്ന ഒരു അമ്മച്ചിയെ കുറിച്ച് ഉള്ളൊരു കഥ. എന്തിനാണ് ഈ സ്ത്രീയെ ബോർണിയ അമ്മച്ചി എന്ന് വിളിക്കുന്നത് എന്ന അന്വേഷണത്തിൽ മനസ്സിലായത്, 2ാം ലോകമഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ബോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് നഴ്സിംഗ് ജോലി ചെയ്ത ഒരു സ്ത്രീയായിരുന്നു ബോർണിയ അമ്മച്ചി. ബോർണിയോ എവിടെയാണെന്നറിയാത്ത കാലത്ത് അവിടെ പോയി ബ്രിട്ടീഷ് പട്ടാളത്തിനോടൊപ്പം യുദ്ധമുഖത്ത് ജോലി ചെയ്തു വന്ന സ്ത്രീകൾ ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് നിശബ്ദസഞ്ചാരികൾ എന്ന് പറയുന്ന നോവൽ എഴുതി തുടങ്ങുന്നത്. ഇത് നമ്മൾ ബ്രൂണെ എന്ന് വിളിക്കുന്ന രാജ്യവും ഇന്തോനേഷ്യയും തായ്ലൻഡും ഒക്കെ അടങ്ങുന്ന ഒരു ദ്വീപാണ്. അന്ന് ബ്രിട്ടീഷിൻ്റെ കേന്ദ്രമായിരുന്ന സ്ഥലമാണ് ബോർണിയോ എന്ന് പറയുന്നത്. അന്ന് മുതൽ തുടങ്ങിയ നമ്മുടെ സ്ത്രീകളുടെ ഒരു യാത്രയുണ്ട്, വലിയ യാത്ര. 2ാം ലോകമഹായുദ്ധ കാലത്ത് സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും ബോർണിയയിലേക്കും പോയാൽ പിന്നീട് തൊട്ടു പിന്നാലെ അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ധാരാളം പോയിട്ടുണ്ട്. ടാൻസാനിയയിലും കെനിയയിലും എത്യോപ്യയിലും ഒക്കെ നമ്മുടെ ധാരാളം സ്ത്രീകൾ യാത്ര ചെയ്തു പോയിട്ടുണ്ട്. ഈ കാലത്ത് അതിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലയിടങ്ങളിലേക്ക് പോകും. വിയറ്റ്നാം യുദ്ധകാലമായപ്പോഴേക്കും അമേരിക്കയിലേക്ക് എത്തപ്പെടുന്നു. അതിനും വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പ് 1925 മുതൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ സ്ത്രീ സാന്നിധ്യമുണ്ട് എന്ന് ചരിത്ര രേഖകളുണ്ട്. നമ്മൾ പലപ്പോഴും 1970-കൾ മുതലുള്ള ഗൾഫ് യാത്രകളെക്കുറിച്ച്, പുരുഷയാത്രയെക്കുറിച്ച് പറയുമ്പോൾ 1925 നേഴ്സുമാർ ബഹ്റിൻ എന്ന് പറയുന്ന രാജ്യത്ത് എത്തപ്പെട്ടതായി രേഖകളുണ്ട്. അപ്പോൾ എത്ര കാലം മുമ്പ് തുടങ്ങിയ യാത്രകളായിരുന്നു എന്നും എങ്ങനെയാണ് മലയാളി സമൂഹം ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും പറയും നേഴ്സ് സഹോദരിമാരുടെ യാത്രകളിൽ നിന്നാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താത്തതുകൊണ്ടാണ് ആ നോവലിന് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന പേര് കൊടുത്തത്. നിശബ്ദ സഞ്ചാരങ്ങളുടെ പേര് എഴുതിയപ്പോൾ തന്നെ നിശബ്ദ എന്ന് പറയുന്ന വാക്കിന് 2 ഷ വേണം എന്ന് ഭാഷാ പണ്ഡിതന്മാർ എന്നെ ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ 2 ഷ പോലും എഴുതാൻ ഇല്ലാത്തത്ര നിശബ്ദവും ശൂന്യവുമായ യാത്രകളായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ഷ മാത്രമേ അതിനകത്ത് എഴുതുള്ളൂ എന്ന് നിർണയിച്ചു. അത്രയത്. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രവാസത്തെക്കുറിച്ച്, പ്രവാസ ലോകം കൊണ്ടുവരുന്ന സമ്പാദ്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത്, ഈ 2ാം ലോകമഹായുദ്ധം ഉയർത്തിയ പട്ടിണിയുടെയും പലായനത്തിൻ്റെയും കാലത്ത് വിവിധ ലോകരാജ്യങ്ങളിലേക്ക് കടന്നുപോയ സ്ത്രീകൾ സമ്മാനിച്ച ഭൗതികമായ സമ്പത്തിൻ്റെ തുടർച്ചയാണ്, ആ യാത്രയുടെ തുടർച്ചയാണ് ഇന്ന് ലോകമെമ്പാടും മലയാളികൾ എത്തപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നോവലിലെ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് ഒരു ICUവിൽ ഒരു ചെറുപ്പക്കാരൻ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ഓർമ്മയുമായിട്ടാണ്. അവൻ അതുവരെ നേഴ്സുമാരെ കുറിച്ചുള്ള വളരെയധികം പുച്ഛമുണ്ട്. കേരളീയ സമൂഹത്തിൽ ഇപ്പോഴും ആ പുച്ഛം നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പൊതുസമൂഹത്തിന് മാത്രമല്ല, സർക്കാരുകളിലും എല്ലാവർക്കും, ഏജൻസികൾക്കും എല്ലാവർക്കുമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഭാര്യയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചക്കകളെ പോലെയാണ്. കേരളത്തിന് അതിനൊരു വിലയുമില്ല. കേരളത്തിൻ്റെ അതിർത്തി കടന്നാലാണ് പിന്നെ സ്വർണത്തിൻ്റെ വിലയാണ് എന്ന് പറയുന്നത് പോലെയാണ്. കേരളത്തിൽ ആർക്കും വേണ്ടാതെ ഏറ്റവും തുച്ഛമായ സാലറി കിട്ടുന്ന വിഭാഗങ്ങളിലൊന്നായി കേരളത്തിലെ നേഴ്സുമാർ കരുതപ്പെടുന്നുവെങ്കിൽ ലോകത്തെവിടെയും എത്തപ്പെടുന്ന ഓരോ നേഴ്സ് സഹോദരിമാർക്കും അറിയാം അവർക്ക് ആ രാജ്യം നൽകുന്ന വില എത്രയാണ്, മൂല്യം എത്രയാണ് എന്ന്. ഡോക്ടർക്ക് തുല്യമായ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ നേഴ്സുമാർക്ക് അതാത് ദേശങ്ങൾ, ഓരോ രാജ്യങ്ങളും നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു മൂല്യം ഈ ദേശത്തും നേടിയെടുക്കുക എന്നുള്ളതാണ് നേഴ്സുമാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മൾ കയറ്റി അയക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവാണ് എന്ന തോന്നലിൽ നിന്ന്
നമ്മളുടെ എല്ലാ പഠനങ്ങളും അങ്ങനെയാണ്. നമ്മൾ പുറത്തു പോകാൻ ജീവിക്കാൻ വേണ്ടിയാണ്. കേരളത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ നോവൽ ആരംഭിക്കുന്നത് ചെറുപ്പക്കാരൻ്റെ ഓർമ്മയിൽ നിന്നാണ്. ഐസിയുവിൽ കിടക്കുമ്പോൾ അവനുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളെയും കരുതുന്ന ഒരു നേഴ്സിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ നേഴ്സിംഗ് പ്രൊഫഷൻ എന്താണെന്ന് അവൻ അന്വേഷിച്ചു തുടങ്ങുന്നതും അവൻ്റെ ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ആ സ്ത്രീയുടെ യാത്ര തേടി അവൻ അലയുകയും ചെയ്യുന്നതായിട്ട് ആ നോവൽ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ആ ഐസിയുവിൽ കിടന്ന ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ. ആടുജീവിതത്തിന് പുരസ്കാരം കിട്ടിയതിൻ്റെ അടുത്ത ദിവസം, നിങ്ങൾ വിശ്വസിക്കുമോയെന്നറിയില്ല, ഞാനൊരു ഓപ്പറേഷൻ വിധേയനായി എറണിയായിട്ട്. നിർഭാഗ്യവശാൽ അത് ഇൻഫെക്ഷനായി അതികഠിനമായ പ്രശ്നങ്ങളിലേക്ക് പോയി. ഏതാണ്ട് 3 മാസക്കാലത്തോളം ആശുപത്രിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞ് കീഹോൾ സർജറി ആയിരുന്നു. ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. പനി ആരംഭിച്ചു. അവിടുത്തെ ഡോക്ടർമാർ മുഴുവൻ പരിശോധിച്ചിട്ട് എന്താണ് കുഴപ്പമെന്ന് കാണാൻ കഴിയുന്നില്ല. 1 മാസത്തിലധികം അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അതിനുശേഷം നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയുണ്ടായി. ഇവിടെ ഏതാണ്ട് പിന്നീട് 3 മാസക്കാലം ഏതാണ്ട് മരണത്തിനോട് തുല്യമായ അവസ്ഥയിൽ പലവട്ടം ഡോക്ടർമാർ വീട്ടുകാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു. ഏത് നിമിഷവും ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന തരത്തിലേക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയി തീർന്ന ഒരു അനുഭവമുണ്ട്. ആ കാലത്ത് തന്നെ നഴ്സുമാർ എങ്ങനെയാണ് കരുതിയത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ഭാര്യ ഏതുതരം ജോലിയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. എൻ്റെ ഭാര്യ ഒരു ജീറിയാട്രിക് സെൻ്ററിലാണ് ജോലി ചെയ്യുന്നത്. മരണത്തോടടുത്ത മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരുടെ അവസാന കാലത്ത് കൂട്ടിരിക്കുകയും ചെയ്യുക. പലപ്പോഴും ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ വല്ലാതെ വിഷമിച്ച് ഇരിക്കും. ഞാൻ ചോദിക്കും, എന്ത് പറ്റി, ഇന്ന് വല്ല പ്രശ്നമുണ്ടായി? കാരണം അറബി സൂപ്പർവൈസർമാരൊക്കെ ഉണ്ട്, ഡോക്ടർമാരുണ്ട്, അങ്ങനെ വല്ല പ്രശ്നമില്ല. ഞങ്ങൾ കുറേ കാലമായി നോക്കിക്കൊണ്ടിരുന്ന ഒരപ്പച്ചൻ കൂടി നേരം മരിച്ചു. നിങ്ങളൊക്കെ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന യന്ത്രങ്ങളാണ് എന്നാണ് മനുഷ്യൻ പലപ്പോഴും വിചാരിക്കുന്നത്. ഇന്ന് കണ്ട സഹോദരി ചോദിക്കുക പലപ്പോഴും പറയായിരുന്നു, നേഴ്സുമാർക്ക് അസുഖം വരില്ല എന്നാണ് പലരുടെയും വിചാരം എന്നാണ്. നമുക്കൊരു അസുഖവും ഇല്ലാത്ത എന്തോ ഒരു ജീവിയാണ്. നമുക്ക് വയ്യ എന്ന് പറഞ്ഞാൽ, കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് വയ്യ എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ഇഷ്ടപ്പെടില്ല, ഡോക്ടർമാർക്ക് ഇഷ്ടപ്പെടില്ല, മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെടില്ല. ഏറ്റവും വലിയ ദേഷ്യം രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ബന്ധുക്കാർക്കുമായിരിക്കും. അപ്പോൾ നമ്മളൊരു യന്ത്രമാണ് എന്ന് തോന്നലിൽ നിന്ന് നമ്മളൊരു ജീവിയാണ്, നമുക്കും വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, നമുക്കും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. നിങ്ങളെ യന്ത്രങ്ങളായി ഞാൻ കാണുന്നില്ല, ജീവനുള്ള മനുഷ്യപ്പറ്റുള്ള ഹൃദയമുള്ള ജീവികളായി തന്നെയാണ് ഞാൻ കാണുന്നത്. ആ നിങ്ങളെ ആദരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എൻ്റെ ജീവിതത്തിലെ വലിയ അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളിവിടെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും നിങ്ങളത് രോഗിയോട് കാണിക്കുന്നില്ല, മാതൃപ്പിക്കാതെ നിങ്ങൾ അവരൊക്കെ വേണ്ടുന്ന വിധത്തിൽ പരിപാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ആദരവാണ് ഒരു പക്ഷേ ലോകം മുഴുവൻ നിങ്ങളെ ഇങ്ങനെ ആദരിക്കുന്നത് എന്നുള്ളത് ജോൺ ബ്രിട്ടാസോട് സൂചിപ്പിച്ചത്. എന്തുകൊണ്ട് മലയാളി ലോകത്തെവിടെയും ആദരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. മലയാളി നേഴ്സുമാർ ആ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും സുസ്ഥിരമായ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, അവരുടെ സേവനം ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, കോവിഡ് കാലത്ത് ലോകത്തെമ്പാടും എല്ലാ വിമാനത്താവളങ്ങളും അടഞ്ഞു കിടന്ന കാലത്ത് കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് വിമാനങ്ങൾ പറന്നിരുന്നു എന്ന്. അത് മറ്റൊന്നിനുമായിരുന്നില്ല, ഇവിടുത്തെ നേഴ്സുമാരെ ഇതര രാജ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനായിരുന്നു. അവധിക്ക് വന്നവർ പെട്ടെന്ന് റിക്രൂട്ട്മെൻറ്റ് നടത്തി കൊണ്ടുപോകുന്നവർ മലയാളി നേഴ്സുമാർ ആരാണ് എന്ന് മലയാളി സമൂഹം അറിയുന്നില്ല എങ്കിലും ലോക സമൂഹം അറിയുന്നുണ്ട് എന്നതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബഹുമാനിക്കാം. നിങ്ങളെ കുനിഞ്ഞ ശിരസോടുകൂടി നമിക്കുന്നു.